മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും. ആരാധകർ തമ്മിലടിക്കുമ്പോഴും ഇരു താരങ്ങളും തമ്മിലുള്ള സൗഹൃദം വളരെ ഊഷ്മളമാണ്. ഒരേ ഇൻഡസ്ട്രിയിലെ രണ്ട് സൂപ്പർ താരങ്ങളായിട്ടും മമ്മൂട്ടിയും മോഹൻലാലും ആദ്യകാലത്തെ 50-ലധികം സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഏറെ ആഘോഷിക്കപ്പെട്ട സിനിമയാണ് ജോഷി സംവിധാനം ചെയ്ത നമ്പർ 20 മദ്രാസ് മെയിൽ. മമ്മൂട്ടിയായി തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. മോഹൻലാൽ ആണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചതെങ്കിലും മമ്മൂട്ടിയുടെ കഥാപാത്രത്തിനും വളരെ പ്രസക്തി ഉണ്ടായിരുന്നു. നമ്പർ 20 മദ്രാസ് മെയിലിലേക്ക് മമ്മൂട്ടിയെ വിളിച്ചത് മോഹൻലാൽ തന്നെയാണ്. ഡെനീസ് ജോസഫിൻ്റെ തിരക്കഥ കേട്ട ശേഷം സിനിമാ താരത്തിൻ്റെ കഥാപാത്രം മമ്മൂക്ക ചെയ്താൽ നന്നായിരിക്കുമെന്ന് മോഹൻലാൽ പറഞ്ഞു. അസോസിയേറ്റ് ഡയറക്ടർ വാസുദേവൻ ഗോവിന്ദൻകുട്ടിയാണ് പഴയൊരു അഭിമുഖത്തിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മമ്മൂട്ടിയുടെ അടുത്തുപോയി താൻ കഥ പറഞ്ഞതിനെക്കുറിച്ചും വാസുദേവൻ ഗോവിന്ദൻകുട്ടി വിവരിക്കുന്നു. ഞാൻ മമ്മൂക്കയോട് കഥ പറഞ്ഞു. താൻ മറ്റവൻ്റെ ആളല്ലേ, അവിടെ കൊണ്ടുപോയി എന്നെ കൊച്ചാക്കാനല്ലേ എന്നൊക്കെ മമ്മൂക്ക എന്നോട് ചോദിച്ചു. ഞാൻ മോഹൻലാലിൻ്റെ ആളാണ് എന്ന് പറഞ്ഞതായിരുന്നു മമ്മൂക്കയുടെ ആ ചോദ്യം. അങ്ങനെയല്ല, നല്ല കഥാപാത്രമാണ് എന്നെല്ലാം ഞാൻ മമ്മൂക്കയോട് പറഞ്ഞു. ജോഷിയും വിളിച്ച് മമ്മൂക്കയോട് സംസാരിച്ചു. വിളിച്ചു വരുത്തി തരം താഴ്ത്തി കളയരുത് എന്നായിരുന്നു മമ്മൂക്ക പറഞ്ഞത്. നല്ല ക്യാരക്ടറാണ്, മമ്മൂക്ക ചെയ്യണം എന്ന് പറഞ്ഞ് ഒടുവിൽ ലാലും വിളിച്ചു. തിരക്കഥ വായിച്ച ശേഷമാണ് മമ്മൂക്ക ഓക്കെ പറഞ്ഞത്. സിനിമയുടെ സെറ്റിൽ മമ്മൂക്കയും ലാലും വളരെ ജോളിയായിരുന്നുവെന്നും വാസുദേവൻ പറഞ്ഞു.